ഹലോ ഗൈസ്, ഞാൻ ഇവിടെ 1.5 കിലോ ഇറച്ചി എടുത്തിട്ടുണ്ടായിരിക്കുന്ന മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പള്ളിവെപ്പ് എന്നൊക്കെ പറയില്ലേ, പള്ളിവെപ്പ് അങ്ങനെ വെക്കാൻ പോവുകയാണ്. അതിൽക്കുന്ന ചെറിയ ഉള്ളി, പിന്നെ ചെറിയ കൊച്ചുള്ളിയാണ്, പിന്നെ അതിൽക്കുന്ന മല്ലിച്ചപ്പുണ്ട്, അതൊക്കെ പട്ടിട്ട് കുഴക്കാൻ പോവുകയാണ്. പിന്നെ തക്കാളി, വലിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് നടുവ് ചെറിയതുണ്ട്, അതും ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൽക്കുന്ന ബീഫ് മസാല ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് മസാല 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/2 സ്പൂൺ കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകം പൊടിച്ചത് 1 സ്പൂൺ 1 സ്പൂൺ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പിൻ്റെ ഇല കഴുകി വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1 സ്പൂൺ, നല്ല എരിയുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ 2 സ്പൂണേ കൂട്ടണുള്ളൂ. ഒക്കെ പാടെ കൂട്ടി രൂപ 1 സ്പൂണ് എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കൂട്ടിയാൽ മതി, ഓപ്ഷനിലാണ്. കൂട്ടണ്ട. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിപ്പിക്കണം. നിങ്ങളൊന്ന് ഇതേപോലെ വെച്ച് നോക്കി കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം. ഓക്കെ, ഞാൻ അടുപ്പത്ത് വെക്കാൻ പോകുന്നത് കുഴച്ച് നന്നായി ഉപ്പൊക്കെ കൂട്ടി കുഴച്ച് ഉപ്പ് തട്ടാനുണ്ട് ഇട്ടിട്ട് നമുക്ക് തുള്ളി വെളിച്ചെണ്ണ കൂടി പാർന്ന് കുഴക്കണം. പിന്നെ നമ്മളത് തൂമിക്കൂല, ഇങ്ങനെ ഇതാക്കിയിട്ട് കുഴച്ചിട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ പാർന്ന് വെച്ച് അത് നന്നായി ഒന്ന് കുഴക്കുക. അപ്പോൾ ഇതിലേക്ക് തന്നെ ഈ തക്കാളി ഉള്ളിയും ആ ചെറിയ ഉള്ളിയും എല്ലാതിൻ്റെയും വെള്ളം പിഞ്ഞ് വരും. അപ്പോൾ കുറച്ച് വെള്ളം പാരേണ്ട ഉള്ളൂ, അല്ലാതെ വെള്ളം പാരേണ്ട ആവശ്യമില്ല. തന്നെ വരും വെള്ളം. നന്നായി കുഴച്ച് സെറ്റാക്കി നുള്ളു കുരുമുളകിൻ്റെ പൊടി കൂടി വേണ്ടതായിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മണമൊക്കെ കേട്ട് നല്ല ടേസ്റ്റ്, വായിൽ വെള്ളം വരും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ബീഫ് കറിക്ക്. എല്ലാ ബീഫ് കറിയും മാതിരിയല്ല, ഈ ബീഫ് കറിക്ക് പ്രത്യേക ഒരു മണവും ചൂടും ഒക്കെയാണ്. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ കയ്യൊന്ന് ഇതാകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, തോനെ വെള്ളം വേണ്ട, കുറച്ച് വെള്ളം പാർന്നിട്ടുണ്ട്. ഞാനൊന്ന് കുക്കറിൻ്റെ അടപ്പ് അടച്ചെടുക്കാൻ പോവുകയാണ്. കുക്കർ കൊണ്ട് അടപ്പ് അടച്ച് മൂടി വെക്കാൻ പോവുകയാണ്. ഇത് നന്നായി, ഇത് ശരിക്കും നമ്മൾ ചെമ്പലാണ് വെക്കേണ്ടത്. അപ്പോൾ വേഗം ആകാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെക്കുന്നത്. ഇതാ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓണാക്കുകയാണ്. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. പതുക്കെ തീയിൽ ഇപ്പോൾ നല്ല സ്പീഡിൽ കത്തിക്കണം. പിന്നെ ഒരു പിസിൽ എടുക്കാൻ നേരത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അങ്ങനെ ചെയ്യാനാണ്. ഇറച്ചി വെന്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂർക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൂർക്ക നേരത്തെ ഇടുന്നത് പറയാൻ മറന്നുപോയി. കൂർക്ക പള്ളിക്കറി നമ്മൾ കുമ്പളങ്ങ ഇട്ടിട്ട് ഇറച്ചിക്കറി വെക്കൂലേ, അപ്പോൾ അതിൽ കൂടെ ഇട്ട് വെക്കണേ കൂർക്കയാണ്. ആ കൂർക്ക തന്നെ വേറെ വേവിച്ചണം. കൂർക്ക വേവിച്ചിട്ട് ഈ ഇറച്ചിയുടെ കൂടെ പൊട്ടി കലമണം. ഏതായാലും ഞാൻ ഗ്യാസ് കുക്കർ ഇറക്കാൻ പോവുകയാണ്. നമ്മൾ കത്തിക്കുകയാണ്. ഉച്ചക്ക് ചോറിലേക്കുള്ള കൂട്ടാങ്ങളാണ്. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കൂട്ടാൻ വന്ന ചോറ്. ഹലോ ഗൈസ്, കൂർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഞങ്ങൾ ഗ്യാസിന് മാറാൻ പോവുകയാണ്. ഗ്യാസിന് കൂർക്ക റെഡി വന്നിട്ടുണ്ട്. നല്ല വെന്ത് ഇതായിട്ടുണ്ട്. കൂർക്ക നല്ല ലെവലായിട്ടുണ്ട്. നമ്മളത് ഗ്യാസിൽ നിന്ന് വാങ്ങുകയാണ്. ഇറച്ചി വെച്ച് കൊടുക്കാറുണ്ട്. വെച്ച് കൊടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് ഞങ്ങൾ കുക്കറിന് കൂർക്ക പൊട്ടിട്ടുണ്ട്. പൊട്ടിക്കൊടുത്തു. ഒന്ന് അളക്കുക. കൂർക്കയും ഇറച്ചിയും കൂടി കൂട്ടി അളക്കുക. ഇറച്ചിയിൽ കൂടെ കൂർക്കട്ട് വെച്ചാൽ ചിലപ്പോൾ അത് ഉടഞ്ഞ് പോകും. ഉടയാതെ എടുക്കാനാണ് ഞാൻ ആക്കിയിട്ടുണ്ട്. അല്ല, അപ്പോൾ ഞാൻ വെള്ളമൊക്കെ തുള്ളി പാർന്നാണ്. അപ്പോൾ അതിൽ വെള്ളം നല്ലോണം വന്നിട്ടുണ്ട്. സെറ്റായി വന്നിട്ടുണ്ട്. കൂർക്ക ലെവലായി, ഇറച്ചി ആ കൂട്ടും ലെവലായി നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ചൂടാട്ടെ. ഞാൻ അടുപ്പത്ത് ഉള്ളി വെച്ചിട്ടുണ്ട്. അത് തൂമിക്കാൻ പോവുകയാണ്. അതൊന്ന് ഉള്ളി വേപ്പിലേക്കൊന്ന് വറുത്ത് ഞാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം കൂടെ സെറ്റായിട്ടുണ്ട്. ഇതാ ഉള്ളി മൂത്തുന്നതിലേക്ക് നമ്മൾ പിന്നെ കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മളിത് പാർന്ന് കൊടുക്കും. അപ്പോൾ നമ്മളെ ഇറച്ചി കൂട്ടി നല്ല കോമ്പിനേഷനാണ് കഴിക്കാൻ. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിയൊന്ന് നോക്കും. ഇത് തീരെ കറിയിപ്പിക്കും. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. കരിവേപ്പിന് മൂത്ത് വന്നിട്ട് ഞാൻ ഇതിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് വെച്ചിട്ടുണ്ട്.
കുറച്ച് കറി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൂട്ടി ഇറച്ചി സെറ്റായി എല്ലാവർക്കും ഒരു കൂടെ ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഓക്കെ ശരി.